ശ്മശാനം എന്ന് കേൾക്കുമ്പോൾ തന്നെ ഭീതി ഉണരുന്നവർക്ക് വിസ്മയമാകുകയാണ് വടൂക്കരയിലെ പൊതുശ്മശാനം. അറപ്പുളവാക്കുന്ന ചുടലപ്പറമ്പിന് പകരം 39 തരം ഔഷധച്ചെടികളും ഹരിതവൃക്ഷങ്ങളും പൂക്കളും നിറഞ്ഞ അന്തരീക്ഷത്തിൽ തൃശൂർക്കാർ തന്നെ സംഗീതം നൽകിയ ശ്രീനാരായണ സൂക്തങ്ങളുടെ മധുരവുമായി ഇവിടം പരേതരായവരെ കാത്തിരിക്കുന്നു. റിപ്പോർട്ട്. സംസ്കാരം എന്ന വാക്കിനടുത്തായി പരേതന്റെ പേരുവിവരങ്ങൾക്കൊപ്പം മാധ്യമങ്ങളിൽ സ്ഥിരമായി പ്രത്യക്ഷപ്പെടുന്ന ഈ അക്ഷരങ്ങൾ തൃശൂർക്കാർക്ക് ഇന്ന് സുപരിചിതമാണ്. തൃശൂരിന്റെ ചരിത്രം എഴുതിയവർക്കും ഒന്നുമാവാതെ പൊലിഞ്ഞുപോയവർക്കും പ്രിയപ്പെട്ടവർ അന്ത്യചുംബനമേകിയ ഇവിടം ഇന്ന് കേരളത്തിലെ തന്നെ ഏറെ ശ്രദ്ധേയമായ പൊതു ശ്മശാനങ്ങളിൽ ഒന്നാണ്. 1920കളിലാണ് ശ്മശാനത്തിന്റെ പിറവി. തൃശൂരിലാകെ പടർന്നു പിടിച്ച വസൂരിയെ തുടർന്ന് മരണമടഞ്ഞ താണജാതിയിൽപ്പെട്ടവരുടെ മൃതദേഹം സംസ്കരിക്കാൻ ഇടമില്ലാത്തതിനെ തുടർന്ന് കുറുക്കഞ്ചേരി സിദ്ധവൈദ്യാശ്രമം അധിപൻ സ്വാമി രാമാനന്ദയാണ് വടൂക്കരയിൽ കാടുപിടിച്ചു കിടക്കുന്ന 2 ഏക്കർ 58 സെന്റ് സ്ഥലത്ത് നാനാജാതി മതസ്ഥർക്കും നിത്യനിദ്രയ്ക്കായി ഇടമൊരുക്കിയത്. പിന്നീട് 1938 കൊച്ചി സൊസൈറ്റി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെട്ട ഇവിടം ജനനം മുതൽ ശ്രീനാരായണ ഗുരുവിന്റെ പ്രബോധനങ്ങൾക്കനുസരിച്ചാണ് പ്രവർത്തിച്ചു വരുന്നത്. തുടക്കത്തിൽ കുറേക്കാലം മറ്റ് ശ്മശാനങ്ങളെ പോലെ ചുടലപ്പറമ്പായിരുന്നു ഇവിടമെങ്കിലും ഇന്ന് പൂന്തോപ്പിന്റെ സ്നിഗ്ധതയാണ് ഇവിടെ. രാത്രിയിൽ മനോഹരമായ വൈദ്യുത ദീപങ്ങൾ കൺതുറക്കുന്ന ഇവിടെ ഒരേ സമയം 10 പേരെ വരെ ദഹിപ്പിക്കാവുന്നതാണ്. ആർക്കും അവരുടെ ജാതിമത ആചാരപ്രകാരമോ അല്ലാതെയോ മൃതദേഹം സംസ്കരിക്കാമെന്നതാണ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത. കുറുക്കഞ്ചേരി പടിഞ്ഞാട്ടുമുറി ശ്രീനാരായണ സമാജം പരിപാലിക്കുന്ന ഈ നിത്യനിദ്രാ തീരത്തിന്റെ ഇപ്പോഴത്തെ സാരഥി ശിവദാസ് മങ്കുഴിയാണ്. സംസ്കാരത്തിനായി വാങ്ങുന്ന ചെറിയ തുക പൂർണ്ണമായും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി മാറ്റിവെക്കുവാൻ തങ്ങൾ നിർബന്ധം പുലർത്തുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ ശ്മശാനത്തിൽ നിന്നും ലഭിക്കുന്ന വരുമാനത്തിൻ്റെ ഗണ്യമായൊരു ഭാഗം ലാഭമായി കിട്ടുന്ന ഒരു ഭാഗം കൊണ്ട് സമീപ പ്രദേശത്തെ വിധവകൾക്ക് പെൻഷൻ ആയുഷ്കാലം വരെ, കൂടാതെ നിരാലംബരായ അഗതികൾക്ക്, പ്രത്യേകിച്ചും സ്ത്രീകളെ ഉദ്ദേശിച്ചിട്ടാണ് ആ പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത്. അഗതികൾക്ക് ജീവിതാന്ത്യം വരെ ഒരു നിശ്ചിത സംഖ്യ പെൻഷനായി നൽകി വരുന്നുണ്ട്. പിന്നെ നിർധന കുടുംബങ്ങളിലെ രോഗികൾക്ക് അവരുടെ ജീവിതാന്ത്യം വരെ ചികിത്സാ ധനസഹായം, അതുപോലെ മിടുക്കരായ വിദ്യാർത്ഥിനികൾക്ക് വിദ്യാഭ്യാസ സഹായം, പുരകെട്ടി മേയാനുള്ള സഹായം, അങ്ങനെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് പെട്ടെന്ന് തന്നെ നൽകാവുന്ന വിധത്തിൽ ഒരു ചികിത്സാ സഹായ പദ്ധതിയും ആവിഷ്കരിച്ചിട്ടുണ്ട്. കൂടാതെ ഈ നിർധനരായ അച്ഛനില്ലാത്ത പെൺകുട്ടികളുടെ വിവാഹത്തിന് ഉചിതമായ ധനസഹായം, ഇത്രയെല്ലാം ഇതിൻ്റെ ഒരു വരുമാനം കൊണ്ട് ഞങ്ങൾ നൽകി വരുന്നുണ്ട്. കോർപ്പറേഷന്റെ പൊതുശ്മശാനം ലാലൂരിലുണ്ടെങ്കിലും പ്രേംജി, MRB, KPSC പ്രേമചന്ദ്രൻ, സംവിധായകൻ പവിത്രൻ, സ്വാതന്ത്ര്യ സമര സേനാനി TK കൃഷ്ണൻ തുടങ്ങി ചരിത്രത്തിൽ തൃശൂരിനെ അടയാളപ്പെടുത്തിയവരിൽ ഭൂരിഭാഗവും ആയിരങ്ങളുടെ അന്ത്യചുംബനങ്ങൾ ഏറ്റുവാങ്ങിയ ഇവിടം മരണവും ജൈവപരമായ പ്രക്രിയയാണെന്ന് ഉദ്ബോധിപ്പിച്ച മഹാനായ ഗുരുവിനെ അദ്ദേഹത്തിന്റെ പിന്മുറക്കാർ നൽകുന്ന ആദരവ് നിറഞ്ഞ പൂക്കളാണ്. TCV വാർത്ത, തൃശൂർ.